നിന്നും എങ്ങനെ സൂപ്പർ സ്റ്റാർ ആകാം, ഇതാണ് എന്റെ റിസർച്ച് വർക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മലയാളികൾ എവിടെയെങ്കിലും 8 എന്ന് കാണുമ്പോൾ എന്നെ ഓർക്കും, ഐഡിയ. അതേപോലെ 5 ലക്ഷം എന്ന് പറയുമ്പോൾ എന്നെ അത് വേറെ സന്തോഷ് സാറാ ശരിക്കും രാത്രി ശിവരാത്രി പാടുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് പാടുന്ന പോലെ തോന്നി, എന്നെ പോലത്തേതാവും. എനിവേ അതേപോലത്തെ ഒരു അനുഭൂതി കിട്ടുന്ന ഒരു പാട്ടാണ്. ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല, നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല, ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല. നമ്മുടെ മലയാള സിനിമയിൽ നായകൻ സീരിയസ്, ജോലി സീരിയസ് ആണെങ്കിൽ പിന്നെ എല്ലാം സീരിയസ് ആണ്. പക്ഷെ എന്റെ സിനിമയിൽ ഞാൻ അതാണ് ബിഹേവിയർ മെത്തേഡിലാണ് ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ബോധപൂർവ്വം റിയാക്ഷൻ മെത്തേഡിലാണ് അഭിനയിക്കുന്നത്. സാറിന് എന്റെ ഫിലിം കണ്ടാൽ മനസ്സിലായി ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒരു പാർട്ടിയുടെ ഒരാളോട് ഇരിപ്പുണ്ട്, നമ്മുടെ ചീഫ് വിപ്പ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്നെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നില്ല. സന്തോഷം എനിക്ക് ഇഷ്ടമാണ്. സന്തോഷിന്റെ എല്ലാ കളിയും എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ചില കളികൾ വളരെ ഇഷ്ടപ്പെട്ടു. ശുഭരാത്രി ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി. ഒരു വാൾഗറായിട്ട് തോന്നി. ആണോ? താങ്ക് യു. സന്തോഷ് പണ്ഡിറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അത്ഭുത ജീവിയെ കാണുന്നത്. ഈശ്വരാ, മേഡം കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന പേരാണ് സന്തോഷ് പണ്ഡിറ്റ്. 3 ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളിപ്പോ മഴയും മനോരമ ഓക്കെ, ഇതിൽ എത്ര പേര് കാണുന്നു അതിൽ ഉറപ്പിച്ച് എഴുതി ഒപ്പിട്ട് തരാം, അതിലും കൂടുതൽ ആൾക്കാർ ഇന്റർനെറ്റിൽ കാണും. സന്തോഷ് പണ്ഡിറ്റ് ചരിത്രം സൃഷ്ടിച്ചു. എനിക്ക് ചെറിയ വിജയങ്ങളല്ല മേഡം, വലിയ വലിയ വിജയങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കൃഷ്ണൻ രാജ് നല്ലതാണ് മോശമാണെന്ന് വരാം. എങ്ങനെയാ എടുക്കുക എന്നോട് ചോദിച്ചാൽ എനിക്ക് അവനോട് പറയാം, എടാ നിന്റെ തള്ളേന്റെ പൈസ കേടാ സിനിമ എടുത്തത് എനിക്ക് ചോദിക്കാം. അത് എന്റെ റൈറ്റ് ആണ്. ഒരു ഇന്ത്യൻ പൗരന് ഒരു സിനിമ എടുക്കാം. ഞാൻ പറയാം, കാലിനനുസരിച്ചുള്ള ചെരുപ്പല്ല സാർ, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കേണ്ട ഗതികേടിലാണ്. എനിക്ക് വട്ടാണെന്ന് മേലിൽ പറയാൻ പാടില്ല. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചങ്കുറ്റി ചങ്കുറഫം വേണം, അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ട് പാട്ടിന്റെ ഹാങ്ങർ മാറാൻ ജീവിക്കുന്നത് ഇനിയൊന്നും ആണായി കണക്കാക്കാൻ പറ്റില്ല. ഞാൻ സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് മൈൻഡിലൂടെ സന്തോഷ് പണ്ഡിറ്റിനെ കാണരുത്. ഇവിടുത്തെ കൊലവരി സോങ്ങിനെക്കാട്ടി അമ്മായി അപ്പം ചുട്ടും മരുമോൻ ചത്തു എന്ന് പറഞ്ഞ പാട്ടിനേക്കാൾ ബെറ്റർ അല്ലേ? ഭാര്യാഭർത്തൃബന്ധമെന്നാൽ കണ്ണുകൾ പോലെ, പ്രേമിക ബന്ധമെന്നാൽ കണ്ണുകൾ പോലെ, അവ ഒന്നായി കാണുന്നു, അവ ഒന്നായി ചലിക്കുന്നു. രചനയുടെ കണ്ണിൽ പോലും എന്തൊരു പ്രേമാണെന്നറിയോ അല്ലേ? ശരിക്കും ഒരു ആരാധന തോന്നില്ലേ? സത്യം പറ, ഈ കുട്ടി കുറച്ച് സമയം നിന്നാ എനിക്ക് 2-3 പാട്ടൊക്കെ വരും. ഇനി ആരാധന തോന്നാത്തവർക്കും കുറച്ച് കഴിഞ്ഞാൽ തോന്നിയിരിക്കും സാർ. കുട്ടിക്ക് ഭാവിയുണ്ട്. ഞാൻ +1 പഠിക്കുമ്പോഴും MA പഠിക്കുന്ന പെൺകുട്ടികളെ പ്രേമിക്കും. എന്തിന് ടീച്ചർമാർ വരെ പ്രേമിക്കും. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണായാ മതി. അതാണ് എന്റെ ഒരു സ്റ്റൈൽ. ഒരു കയ്യകലത്തിൽ നിൽക്കാല്ലേ. Bima